അപ്പോൾ എന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കലല്ല പാർട്ടി പ്രവർത്തകരുടെ ബാധ്യത. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ പറയുന്നത് ഉത്തമമായ ബോധ്യം രാജ്യത്തെ നിയമം പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിനെതിരായിട്ട് നിയമവിരുദ്ധമായ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. അത് ഉത്തമമായ ബോധ്യമാണ്. ഇനി അതിനപ്പുറം ആർക്കെങ്കിലും ആർഗ്യുമെൻ്റ് ഉണ്ടോ? ആ ആർഗ്യുമെൻ്റ് ഉള്ള ആളുകൾ പരാതിപ്പെട്ടാൽ ഞാൻ കോടതിയിൽ പോയി, ഈ രാജ്യത്ത് നീതിന്യായ സംവിധാനത്തിൽ പോയിട്ട് എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റുമെന്നുള്ള ഉത്തമമായ ബോധ്യമുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യതയല്ലത്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം 1:30. അപ്പോൾ ഇതുവരെ കൊടുത്ത വാർത്തകൾക്കൊന്നും ഒരു അടിസ്ഥാനമില്ല. എന്നോടൊരു ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടില്ല. അത് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന ജോലി ഞാനും ചെയ്യാം. എന്നോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു തെളിയിച്ചാൽ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ്. ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല, എന്നെ ന്യായീകരിക്കേണ്ടുന്ന ബാധ്യതയല്ല പാർട്ടി പ്രവർത്തകർക്കുള്ളത്. പാർട്ടി പ്രവർത്തകർ ആർജവത്തോടുകൂടി ഈ സർക്കാരിൻ്റെ കൊള്ളരുതായ്മകൾക്കെതിരെ ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകർ ആഞ്ഞടിക്കും. അത് സൈബർ ഇടത്തിൽ, തെരുവിൽ, പ്രക്ഷോഭങ്ങളിൽ, മാധ്യമങ്ങളിൽ ഞങ്ങൾ ആഞ്ഞടിക്കും. ആ ആഞ്ഞടിക്കുന്ന സമയത്ത് തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കലല്ല കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യത എന്നുള്ളതുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ ആ സമയത്തെ കൂടി മാനിച്ചുകൊണ്ട് അവർക്ക് വലിയ ജോലിയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും വരികയാണ്. അപ്പോൾ അവർ ആ ജോലിയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് എൻ്റെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരോടുമുള്ള എൻ്റെ അഭ്യർത്ഥന, പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ അഭ്യർത്ഥന, എൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടുന്ന ബാധ്യത ഞാൻ ഏറ്റെടുക്കും. ഞാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യത നമ്മൾ ഈ സർക്കാരിൻ്റെ കൊള്ളരുതായ്മകളെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ്. അത് തുറന്നു കാണിച്ചുകൊണ്ടേ നമ്മളിരിക്കും. അത് തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമയം വിനിയോഗിക്കും. ഇതുവരെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാവിധമായ പിന്തുണയ്ക്കും മാധ്യമപ്രവർത്തകരോട്, പൊതുസമൂഹത്തോട്, പാർട്ടി പ്രവർത്തകരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഒപ്പം അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തോട് പറഞ്ഞത്, ഞാൻ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തപ്പോൾ പറഞ്ഞത്, ഇപ്പം ഞാൻ തെറിക്കും, വ്യാജ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്, വ്യാജ തിരിച്ചൽ കാർഡുമായിട്ട് ഞാൻ ജയിലിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത്. ഈ ഞാൻ രാജിവെക്കുന്ന നിമിഷം വരെ അങ്ങ് എക്സ്ക്ലൂസീവായി കൊണ്ടുവന്ന ആ ആരോപണം തെളിയിക്കാൻ അങ്ങേക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്നത്തെ ദിവസം വരെ എനിക്കെതിരായിട്ട് FIR പോലും എടുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് അപ്പോഴും പരാതിയൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ മാധ്യമപ്രവർത്തനം നടത്തുന്നു, നിങ്ങളതൊരു അജണ്ട വെച്ചിട്ട് ചെയ്യുന്നു എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാജു. ഓഡിയോ സന്ദേശം കളവാണോ? ഓഡിയോ സന്ദേശം കളവാണോ? രാഹുലെ മറുപടി പറയാതെ പോവാണ്. രാഹുൽ മറുപടി പറയാതെ പോവാണ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം പരസ്യമായി രാജിവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇതുവരെ വന്ന വാർത്തകളല്ല, ഇപ്പോഴാണ് താൻ പരസ്യമായി രാജിവെക്കുന്നതെന്ന് രാഹുൽ. ഒപ്പം ന്യായീകരണം, തന്നെ ന്യായീകരിക്കേണ്ട ബാധ്യത ഈ പാർട്ടിക്കില്ല. തന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് തന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അത് കണക്കിലെടുത്ത് താൻ രാജിവെക്കുന്നുവെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ആരുടെയും പരാതികൾ, ഇപ്പോൾ കേൾക്കുന്ന പരാതികളൊന്നും തന്നെ തനിക്കെതിരെയില്ല. യുവനടി തന്റെ പേര് ഇതുവരെയും പറഞ്ഞിട്ടില്ല. രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ ലംഘിച്ച് താൻ ഇന്നേ വരെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഇന്നത്തെ കാലത്ത് ഒരു ഓഡിയോ സന്ദേശം ഉണ്ടാക്കാൻ ഒരു പ്രയാസവുമില്ലെന്നും പല കാര്യങ്ങളിലും ഉരുണ്ടു കളിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പരാതി കൊടുക്കട്ടെ, തനിക്കെതിരെ ഇനിയും പരാതി വരട്ടെ, അപ്പോൾ നോക്കാമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ്. പരാതിയില്ലാത്ത ഗർഭചിത്രത്തെ പറ്റിയാണ് ഇപ്പോഴത്തെ ചർച്ച. സർക്കാരിനെതിരായ ചർച്ചകൾ വഴിതിരിച്ചു വിടാനെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നിലവിലെ ന്യായീകരണം. ശ്രീരാജ് ഉണ്ട് വിവരങ്ങളുമായി. ശ്രീരാജ്, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയോ? രാജി പരസ്യമായി പ്രഖ്യാപിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ. തീർച്ചയായും ചെയ്തു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാജിവെക്കുന്നതായി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്. പരസ്യമായി അദ്ദേഹം രാജിവെച്ചു എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. പക്ഷേ നിരവധി ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെയാണ് അദ്ദേഹം ഈ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. മാധ്യമങ്ങളെ കണ്ട ആദ്യഘട്ടത്തിൽ തന്നെ മാധ്യമങ്ങൾ ഉയർത്തിയ ചോദ്യം, ഇത്തരത്തിൽ പുറത്തു വന്ന ഓഡിയോ സന്ദേശം അതിനെപ്പറ്റിയായിരുന്നു ചോദിച്ചത്. അപ്പോൾ ഇക്കാലത്ത് ആർക്കും നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതല്ലേ ഓഡിയോ സന്ദേശം എന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ ആ ഓഡിയോ സന്ദേശം കളവാണോ എന്ന് ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മടങ്ങിയെത്താം. PR പ്രവീണ കൂടി ചേരുന്നുണ്ട്. പ്രവീണ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പരസ്യമായി തന്നെ രാജിവെച്ചിട്ടുണ്ട്. തന്നെ ന്യായീകരിക്കേണ്ട ബാധ്യത പാർട്ടി പ്രവർത്തകർക്കില്ല. തന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് തന്റെ മാത്രം ആവശ്യമാണ്. ഇപ്പോൾ കേൾക്കുന്ന പരാതികളൊന്നും തന്നെ തനിക്കെതിരെ ഉയർന്നിട്ടില്ല. ആരും തന്റെ പേര് പറഞ്ഞിട്ടില്ല. തനിക്ക് നിയമപരമായി ആരും തനിക്കെതിരെ പോലീസിലോ കോടതിയിലോ പോയിട്ടില്ല എന്നൊക്കെയും പറഞ്ഞ് സ്വയം പ്രതിരോധം തീർത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരിക്കുകയാണ്.
സേതു, സംരക്ഷിക്കാൻ, പ്രതിരോധം തീർക്കാൻ രാഹുലിന് മുന്നിൽ ഇനി മറ്റാരുമില്ല. സ്വയം പ്രതിരോധിച്ചേ മതിയാകൂ. സ്വയം പ്രതിരോധിക്കുകയോ കാര്യങ്ങൾ പറയുകയോ ചെയ്തുകൊള്ളൂ എന്നുള്ള നിർദ്ദേശം സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളിൽ നിന്ന് ലഭിച്ചതിനെ തുടർന്നാണ് ഇന്ന് ഉച്ചയോടെ രാഹുൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. രാഹുലിനോട് കൃത്യമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പറയാനുള്ളത് പറയണമെന്നുള്ള നിർദ്ദേശവും നൽകിയിരുന്നു. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് രാഹുൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി രാജി പ്രഖ്യാപിച്ചത്. ഇതിനോടകം തന്നെ ദേശീയ നേതൃത്വത്തിന് രാജി ലഭിച്ചിട്ടുണ്ട് ഇമെയിലായി. അതവർ സ്വീകരിച്ചിട്ടുമുണ്ട്. ഇനി അവരുടെ വാർത്താക്കുറിപ്പ് ഔദ്യോഗികമായി പുറത്തിറക്കും. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ഔദ്യോഗികമായി സ്വീകരിച്ചു എന്നുള്ള വാർത്താക്കുറിപ്പും ദേശീയ നേതൃത്വം ഇറക്കും. ദേശീയ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനാണ് ഇപ്പോൾ രാജി കൈമാറിയിരിക്കുന്നത്. ഇമെയിൽ വഴിയാണ് കൈമാറിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേതൃത്വം ആവശ്യപ്പെട്ടുള്ള രാജിയായിരുന്നു. അതായത് പടിക്ക് പുറത്തേക്ക് എന്ന് നേതൃത്വം പറഞ്ഞതിനെ തുടർന്നാണ് രാഹുലിന് ഈ ഒരു സ്ഥാനം രാജിവെക്കേണ്ടി വരുന്നത്.